ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈസി മെത്തേഡ് പെയിൻറ്റിംഗ് ആണ്. ഫസ്റ്റ് ഞാൻ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് മെയിനായിട്ട് വേണ്ടുന്ന ഒരു കളറാണ് യെല്ലോവും ഗ്രീനും. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലെയിൻ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ ബോട്ടിൽ പ്രിൻറ്റ് പെയിൻറ്റിംഗ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ബോട്ടിൽ ബേസ് കോട്ട് കൊടുക്കണം. ഇത് ഇപ്പം പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിലായതുകൊണ്ട് നമുക്ക് ബേസ് കോട്ട് കൊടുക്കണ്ട. ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ്റിങ് ചെയ്താൽ തന്നെ നല്ല ഉണ്ടാവും കാണാൻ. ഇതുപോലെ പെയിൻറ്റിങ് ചെയ്യാൻ ഫസ്റ്റ് മെത്തേഡ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ഇതുപോലത്തെ ഒരു ബ്രഷാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടും നമുക്ക് പെയിൻറ്റിങ് ചെയ്യാൻ. ബോട്ടിൽ ഹാഫ് ഭാഗം ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്ലവറിൻ്റെ ഇതിൽ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് ഗ്രീൻ കളർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഈ ഫ്ലവർ വരുന്ന ആ ഒരു സെൻറ്ററിൽ ഗ്രീൻ കളർ ആക്കി കൊടുക്കുന്നുണ്ട്. എടുക്കുന്നത് ഫ്രെയിമാണ്. ഇതുപോലത്തെ വേസ്റ്റ് ആയിട്ടുള്ള വുഡിൻ്റെ പീസ് ഉണ്ടാകും. വുഡല്ല, വുഡ് പോലത്തെ ഒരു മൾട്ടി വുഡ് പോലത്തെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് പെയിൻറ്റിങ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ട് യെല്ലോ കളർ വെച്ചിട്ടാണ് പെയിൻറ്റിങ് ചെയ്യുന്നത്. നേരത്തെ ചെയ്തത് ബോട്ടിൽ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഏതാ ഇതിൽ ഈസി എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലത്തെ ഫ്രെയിമിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ പെയിൻറ്റിങ് ചെയ്യുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ബോട്ടിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് യെല്ലോ കളർ ആകുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏതായത് ഇതിൽ ഇഷ്ടമായതൊന്ന് കമൻറ്റ് ചെയ്യാം. ലാസ്റ്റ് ഞാൻ ഇതുപോലെ ബഡ്സ് വെച്ചിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഗ്രീൻ കളർ ആക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ബോട്ടിലാക്കിയ പോലെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക.